AKG സെന്ററിന് നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ കേസിൽ രണ്ടാം പ്രതി സുഹൈൽ ഷാജഹാനെ കോടതി ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ വിട്ടു. മറ്റന്നാൾ രാവിലെ 11 മണിവരെയാണ് കസ്റ്റഡി കാലാവധി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ ദിവസമാണ് AK ശിന്ദ്ര ആക്രമണ കേസിലെ രണ്ടാം പ്രതിയും യൂത്ത് കോൺഗ്രസ് നേതാവുമായിരുന്ന സുഹൈൽ ഷാജഹാനെ ക്രൈംബ്രാഞ്ച് ഡൽഹിയിൽ നിന്ന് പിടികൂടുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഈ AK ശിന്ദ്ര ആക്രമണ കേസിന് അല്ലെങ്കിൽ ആക്രമണം നടത്താൻ സ്ഫോടക വസ്തു എറിയാൻ ഒന്നാം പ്രതിയുമായി ഗൂഢാലോചന നടത്തിയതും ആസൂത്രണം ചെയ്തതും സുഹൈൽ ഷാജഹാനാണ് എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇയാളെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ തന്നെ കസ്റ്റഡി അപേക്ഷയും പോലീസ് നൽകിയത്. മറ്റന്നാൾ രാവിലെ 11 മണി വരെയാണ് ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ ഇപ്പോൾ കോടതി വിട്ടിരിക്കുന്നത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത്. ഇനി വിശദമായ ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യലും അതേപോലെ തന്നെ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ നടത്തും. നിലവിലത്തെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പ്രകാരം ഇന്ദിരാഭവന് നേരെ പ്രതിഷേധിച്ച അല്ലെങ്കിൽ ആക്രമണം നടത്തിയതിനുള്ള വൈരാഗ്യത്താൽ നടത്തിയ ആക്രമണം എന്നുള്ളതായിരുന്നു. പക്ഷെ അതിനപ്പുറത്തേക്ക് മറ്റാർക്കെങ്കിലും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടോ, മറ്റാരുടെയെങ്കിലും നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണോ നടത്തിയതടക്കമുള്ള കാര്യങ്ങളാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിക്കാൻ അല്ലെങ്കിൽ കണ്ടെത്താൻ ശ്രമിക്കുന്നത്. ശരി, ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്.